കൊല്ലം ആവണീശ്വരത്ത് നിന്ന് കാണാതായ 13-കാരിയെ കണ്ടെത്തി. കുട്ടി തന്നെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചത്. തിരൂരിൽ നിന്ന് മോള് വിളിച്ചായിരുന്നു. അവിടെ ട്രെയിനിൽ കയറാൻ വന്നൊരു സ്ത്രീയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ അവളോട് സേഫാ, കുഴപ്പമില്ല, RPF അറിയിച്ചിട്ടുണ്ട്. ഷമീർ ഉണ്ട് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായിട്ട്. ഷമീർ, കുട്ടി സംസാരിച്ച ഒരു സമാധാനം, സന്തോഷമൊക്കെ വീട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ കുട്ടി എങ്ങോട്ടാണ് പോയതെന്നോ എന്തിനാണെന്നോ അങ്ങനെയുള്ള വിവരങ്ങൾ എന്തെങ്കിലും വീട്ടുകാരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടോ? കുട്ടി ഇപ്പോൾ സേഫ് ആണല്ലേ? തീർച്ചയായിട്ടും സേതുലക്ഷ്മി, കഴിഞ്ഞ ദിവസം രാത്രി 9:30-ക്കാണ് ഇവരുടെ മാതാപിതാക്കൾ നമ്മളെ വിളിച്ച് വിവരം പറയുന്നത്. അതായത് 6 മണിയായിട്ടും ഈ കുട്ടി വീട്ടിലേക്ക് വന്നില്ല. അമ്മ ശകാരിച്ചതിൽ മനസ്സ് വിഷമിച്ചുകൊണ്ടാണ് ഈ കുട്ടി ഇത്തരത്തിൽ ഉച്ചയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം കുന്നിക്കോട് നിന്നും ബസ് കയറി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും ട്രെയിൻ മാർഗം ഈ കുട്ടി പോവുകയായിരുന്നു. 10 മണിയോടുകൂടി രാത്രി നമ്മൾ ഈ കുട്ടിയുടെ ചിത്രം ഉൾപ്പെടെ വെച്ച് വാർത്ത നൽകുകയും ചെയ്തു. ഇതിനുശേഷം RPF അടക്കം വലിയ തിരച്ചിൽ കുട്ടിക്ക് വേണ്ടി നടത്തി. ഇന്നിപ്പോ രാവിലെ ഈ തീവണ്ടിയിൽ കയറിയ കുട്ടി തീവണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ മൊബൈൽ ഫോണിൽ നിന്നും മുത്തച്ഛനുമായി സംസാരിച്ചു. അതിനുശേഷം അമ്മയുമായി സംസാരിച്ചു. തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നിലവിൽ ഈ കുട്ടി ഉള്ളത്. എന്തായാലും തിരൂരിലേക്കുള്ള തിരൂർ സ്റ്റേഷനിലെ RPF സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ കുട്ടിയുണ്ട്. എന്തായാലും കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ തിരൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. വളരെ ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും വീട്ടുകാർക്ക് ഒരു ആശ്വാസമായി. ചെറുതായി ഒന്ന് ശകാരിച്ചതിനാണ് ഈ കുട്ടി ഇത്തരത്തിലൊരു കൃത്യം നടത്തിയത്. അതിൽ വളരെ ദുഃഖിതരായിരുന്നു മാതാപിതാക്കൾ. എന്തായാലും അവർക്കിപ്പോൾ ആശ്വാസത്തിന്റെ നിമിഷമാണ്. എന്തായാലും കുടുംബാംഗങ്ങൾ ഇപ്പോൾ തന്നെ മലപ്പുറത്തേക്ക് തിരിച്ചിട്ടുണ്ട്. സേതുലക്ഷ്മി. ശരി ശരി ഷമീർ.